എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. അതായത് ഒരു നൊസ്റ്റാൾജിക് റെസിപ്പിയാണ്. അപ്പൊ നൊസ്റ്റാൾജിയ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവില്ല കേട്ടോ, കാരണം തമിഴ്നാട്ടിൽ പഠിച്ചവർക്ക് എന്തെങ്കിലും ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചില്ലി പൊറോട്ടയാണ്. അപ്പോൾ ഞാൻ ഡിണ്ടിഗലിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയ സമയത്തിന് ആദ്യമായിട്ട് ഈ ചില്ലി പൊറോട്ട ടേസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ടേസ്റ്റ് ചെയ്ത അന്ന് മുതൽ ഇന്ന് വരെ അതിന്റെ ഒരു ആരാധികയാണ്. അപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടും ഞാൻ പുറത്ത് ഇതേപോലെ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയി കഴിഞ്ഞാലാണ് ഓർഡർ ചെയ്യാറ്. ആര്യഭവൻ പോലുള്ള ഹോട്ടലുകൾ, ശരവണ ഭവൻ പോലുള്ള ഹോട്ടലുകൾ. അപ്പോൾ പക്ഷെ അന്ന് കഴിച്ച ടേസ്റ്റ് പിന്നെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ തനത് ആ പഴയ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടത്തിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അവസാനം അതിന്റെ റെസിപ്പി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഒരുപാട് എനിക്ക് സന്തോഷമായി, കാരണം നമ്മൾ പഴയ ടേസ്റ്റ് തിരിച്ചു കിട്ടാന്ന് പറയുമ്പോൾ എത്ര പറഞ്ഞറിയിക്കാൻ പറ്റുന്നറിയില്ല സന്തോഷം. അപ്പൊ എന്തായാലും നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും, അതേസമയം അത്ര ടേസ്റ്റിയാണ്. അപ്പൊ ചില്ലി പൊറോട്ട എന്ന് പറയുമ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പൊറോട്ട വെച്ചിട്ടോ അല്ലെങ്കിൽ വീട്ടിലുള്ള ഫ്രോസൺ പൊറോട്ട വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന കുട്ടികളുടെ പ്രിയപ്പെട്ട ജെല്ലി മിഠായി ഒരുപാട് പേര് കണ്ടിട്ടില്ല. അത് ശരിക്കും പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ജെല്ലി മിഠായിയുടെ അതേ ടെക്സ്ചറും ടേസ്റ്റും ആണ്. ഉണ്ടാക്കി നോക്കിയവർക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ചിക്കൻ പറാട്ടയും കുറെ പേര് കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊ കാണാത്ത വീഡിയോസ് കാണാൻ മറക്കരുത്. അപ്പൊ ഒട്ടും താമസിയാണ്ട് എങ്ങനെയാണ് ആര്യഭവൻ സ്റ്റൈലിലുള്ള ചില്ലി പൊറോട്ട തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് ചില്ലി പൊറോട്ട ഉണ്ടാക്കാൻ തുടങ്ങാം. ചില്ലി പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ആദ്യം എടുത്തു വെച്ചിരിക്കുന്നത് 4 പൊറോട്ടയാണ്. ഇത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ച പൊറോട്ടയാണ് കേട്ടോ, വീട്ടിലുണ്ടാക്കിയ പൊറോട്ട ഒന്നും അല്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഇതേപോലെ പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുന്ന പൊറോട്ട വെച്ച് ഉണ്ടാക്കാം. ഗസ്റ്റ് ഒക്കെ വന്ന് വരുമ്പോൾ കൂടുതൽ ഒരു 10-15 പൊറോട്ട ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 15 പൊറോട്ട ചിലവായിന്ന് വരില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ ബാക്കിയുള്ള പൊറോട്ട വെച്ചിട്ടും, അല്ലെങ്കിൽ ഇതൊന്നും അല്ലെങ്കിൽ ഫ്രോസൺ പൊറോട്ട ഇല്ലേ, ഫ്രോസൺ പൊറോട്ട വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഫ്രോസൺ പൊറോട്ട എടുത്തിട്ട് ഇതേപോലെ നന്നായിട്ട് ചുട്ടെടുക്കുക. അതിന് ശേഷം ഞാൻ പറയാൻ പോകുന്ന പോലെ ചെയ്താൽ മതിയാവും. 4 പൊറോട്ട ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കത്രിക വെച്ചിട്ട് നീളത്തിൽ ഇങ്ങനെ മുറിച്ച് വെക്കാം. ഇത് നമുക്ക് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കാനുള്ളതാണ്, അതുകൊണ്ടാണ് നീളത്തിൽ ഇങ്ങനെ മുറിച്ചെടുക്കാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാം. അല്ലാണ്ട് ഒരു പൊറോട്ടയായിട്ട് നമുക്ക് വറുത്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇത് 4 പൊറോട്ടയാണ് ഇതുപോലെ നീളത്തിൽ മുറിച്ചതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതെൻ്റെ തമിഴ്നാട്ടിൽ പഠിക്കുമ്പോൾ, ഡിണ്ടിഗലിൽ പഠിക്കുമ്പോൾ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഒരു ദിവസം ഞാൻ കഴിച്ചുകൊണ്ടിരുന്നൊരു സംഭവമായിരുന്നു. ആര്യഭവനിൽ പോകണമെങ്കിൽ ചില്ലി പൊറോട്ട ഞാൻ കഴിച്ചിരിക്കും. അതൊരു ശീലമായിരുന്നു. ഇപ്പോൾ ഒരു നൊസ്റ്റും ആണ്. കുറേ കാലമായി. ആര്യഭവനത്തെ ചില്ലി പൊറോട്ടയുടെ പോലെ ടേസ്റ്റ് ഞാൻ വേറെ എവിടെ നിന്നും കഴിച്ചിട്ടില്ല കേട്ടോ. പല ഹോട്ടലിലും ചില്ലി പൊറോട്ട ഉണ്ടെങ്കിൽ പോലും ആ ഒരു ടേസ്റ്റ് പിന്നെ എനിക്ക് ഒരിക്കലും കിട്ടിയിട്ടില്ല. ഞാൻ ഈ റെസിപ്പി അന്വേഷിച്ച് കുറേ നാളെ നടക്കുന്നുണ്ടായിരുന്നു. നെറ്റിലൊക്കെ നോക്കിയിട്ടും ഞാൻ ഉദ്ദേശിച്ച റെസിപ്പി കിട്ടിയിരുന്നില്ല. അങ്ങനെയാണ് എനിക്ക് എൻ്റെ ഈ ബ്ലോഗ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഞാൻ എൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പൊ അതുപോലെ ഉണ്ടാക്കി നോക്കിയപ്പോൾ അതേ ടേസ്റ്റ് കിട്ടി എനിക്ക്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. 4 പൊറോട്ടയും ഇതുപോലെ നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാറ്റർ നമുക്ക് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കുക. ബൗളിലോട്ട് 1 കപ്പ് മൈദയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. 250 ml കപ്പിൽ 1 കപ്പ് മൈദ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അതിന് പകരമായിട്ട് ഗോതമ്പ് പൊടി ഉപയോഗിക്കാം. 1 കപ്പ് ഗോതമ്പ് പൊടി അല്ലെങ്കിൽ 1 കപ്പ് മൈദ നമ്മൾ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ ഗരം മസാല. അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്തിപ്പോൾ ചിക്കൻ 65 മസാല ഉണ്ടെങ്കിൽ അത് ഇട്ടുക നന്നായിരിക്കും. കാരണം ആ കറക്റ്റ് വാസന ചിക്കൻ 65ന്റെ മസാല ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുള്ളൂ. അതേസമയം നിങ്ങളുടെ അടുത്തിപ്പോൾ ചിക്കൻ 65 ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അത് ഒഴിവാക്കിയിട്ട് ഉണ്ടാക്കുക കേട്ടോ. ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി നന്നായിരിക്കും. ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ 65 മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. നിങ്ങളുടെ അടുത്ത് ചിക്കൻ 65 മസാല ഇല്ലെങ്കിൽ എന്തായാലും കാശ്മീരി മുളക് പൊടി ഇടണം കേട്ടോ, അത് മസ്റ്റാണ്. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ്. ഉപ്പും നമുക്കൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നോക്കാം, പോരാന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ആദ്യമേ തന്നെ ഒരുപാട് ഉപ്പ് ചേർക്കരുത്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു നുള്ള് റെഡ് കളർ ചേർക്കുന്നുണ്ട്, പൊടി. അത് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. ഞാനൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ആയതുകൊണ്ട് ആ ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രം കുറച്ച് കളർ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. വെള്ളം ഒഴിക്കുന്നതിനേക്കാൾ മുൻപായിട്ട് ആദ്യം തന്നെ നമ്മൾ ഈ ചേർത്ത പൊടികളിലെല്ലാം കൂടി ഒന്ന് ഒരു ഫോർക്ക് വെച്ചിട്ടോ ഒരു സ്പൂൺ വെച്ചിട്ടോ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മാത്രം വെള്ളം ഒഴിക്കുക കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. ഒരുപാട് വെള്ളം ആദ്യമേ ഒഴിക്കരുത്. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നോക്കട്ടെ. ഒരുപാട് ലൂസ് ആവാനും പാടില്ല, ഒരുപാട് തിക്കാവാനും പാടില്ല ഈ ബാറ്റർ.
അപ്പം അര പോരാ, ഞാൻ 1 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് നോക്കാം. നന്നായിട്ട് കട്ടകളെല്ലാം ഉടച്ചു കൊടുക്കണം. അപ്പൊ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസി ആണിത്. 1 കപ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളം. ഇനി നമുക്ക് ഇതിന്റെ ഉപ്പൊക്കെ നോക്കാം. കറക്റ്റ് ഉപ്പുമാണ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് എണ്ണ ചൂടാക്കിയതിന് ശേഷം പൊറോട്ടയുടെ ഓരോ സ്ട്രിപ്പും ഇതിൽ മുക്കി അതിൽ നന്നായിട്ട് അങ്ങ് വറുത്തെടുക്കാം. പൊറോട്ട വറുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കടായി അടുപ്പത്ത് വെക്കുക, അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇതൊരു തമിഴ് റെസിപ്പി ആയതുകൊണ്ട് സാധാരണ രീതിയിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാറില്ല. നിങ്ങളുടെ അടുത്ത് വേറെ എണ്ണകളൊന്നും ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ മാത്രമേ ഉള്ളൂ എങ്കിൽ അത് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനത്തെ റെസിപ്പിക്ക് ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ റിഫൈൻഡ് ഓയിലാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇതൊന്ന് മീഡിയം ചൂടാവട്ടെ ഈ എണ്ണ. നമ്മുടെ എണ്ണ മീഡിയം ചൂടായിട്ടുണ്ട്. അപ്പോൾ ബാറ്ററിലോട്ട് ഓരോ പീസ് എടുക്കുക. പൊറോട്ടയുടെ പീസ് എടുക്കുക. പെട്ടെന്ന് തന്നെ മുക്കി എടുക്കണം കേട്ടോ, അല്ലാണ്ട് ഒരുപാട് നേരം അതിൽ ഇട്ട് വെക്കരുത്. അപ്പോൾ പൊറോട്ട ഭയങ്കര സോഫ്റ്റ് ആയിട്ട് മാറും. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. എന്നിട്ട് മീഡിയം ചൂടായിട്ട് എണ്ണയിലോട്ട് കോരി ഇട്ട് വറക്കുക. ഒരുപാട് ചൂട് എണ്ണയ്ക്ക് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുകയെ, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഒന്ന് കോട്ടാവുന്ന രീതിയിൽ മുക്കുക. എക്സസ് ആയിട്ടുള്ള മാവ് പുറത്തേക്ക് കളയുക. എന്നിട്ട് വറുത്തെടുക്കുക കേട്ടോ. കായ ബജിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഉണ്ടാക്കുമ്പോൾ നന്ദും ഇത് ചുമ്മാ കഴിക്കും. അപ്പോൾ ഇത് തിരിച്ചും മറിച്ചിട്ടിട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചിടുക. അതിന് ശേഷം നന്നായിട്ട് ഫ്രൈ ആകുമ്പോൾ കോരി മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ 2 ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ക്രിസ്പിനെസ്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് നമുക്ക് ഓരോന്നും ഒരു കിച്ചൺ ടിഷ്യൂലോട്ടോ അല്ലെങ്കിൽ ഒരു അരിപ്പയിലോട്ടോ കോരി മാറ്റി വെക്കാം. ചൂടാറണം കേട്ടോ. ചൂടാറിയതിന് ശേഷം മാത്രമേ മുറിക്കാൻ പാടുള്ളേ. അപ്പോൾ ഓരോ പൊറോട്ടയുടെ വലിപ്പനുസരിച്ചും മാവിന്റെ അളവ് വ്യത്യാസം വരും കേട്ടോ. വലിയ പൊറോട്ടയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1 കപ്പ് മാവ് മതിയെന്ന് വരില്ല. അപ്പോൾ 1.25 കപ്പൊക്കെ മാവൊക്കെ ഇടേണ്ടി വരും. മാവ് എന്ന് പറഞ്ഞാൽ പൊടി കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ചെയ്തോളൂ. ഇപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കുറച്ച് കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ പൊടി കലക്കിയിട്ട് ഇതേപോലെ വറുത്തെടുത്താൽ മതി. അപ്പോൾ ഇത് വറുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങയും അതുപോലെ തന്നെ ഒരു 10 കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്, അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് വളരെ നൈസായിട്ട് അരച്ചെടുക്കണം. ഒരല്പം വെള്ളം ചേർത്തിട്ട്. അത് നമുക്ക് ആവശ്യമുള്ളൊരു സംഭവമാണ്. ഇവർ സാധാരണ രീതിയിൽ പോപ്പി സീഡ്സും കൂടെ ചേർക്കാറുണ്ട്. പക്ഷെ ഇവിടെ പോപ്പി സീഡ്സ് ബാൻ ചെയ്തിരിക്കുന്ന കാരണം എനിക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. അതിലും കുഴപ്പമൊന്നുമില്ല. അപ്പം തേങ്ങയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും കൂടെ വളരെ നൈസാക്കിയിട്ട് അരച്ചിട്ട് ഞാൻ കൊണ്ടുവരാം. അപ്പോൾ ഇത് ലാസ്റ്റ് ബാച്ചാണ്. ലാസ്റ്റ് ബാച്ചും കൂടെ നമുക്ക് കോരി മാറ്റി വയ്ക്കാം. നന്നായിട്ട് ഫ്രൈ ആവണമെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. എണ്ണ ഒന്നും കുടിക്കാൻ പാടില്ല. അതായത് ഓയിലിൻ്റെ ചൂട് കുറവാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇതിൽ എണ്ണ വലിച്ചെടുക്കും. അതുകൊണ്ട് ഓയിലിൻ്റെ ചൂട് എപ്പോഴും മീഡിയം മെയിൻറ്റെയിൻ ചെയ്യുക. നന്നായിട്ട് എണ്ണ കളഞ്ഞതിന് ശേഷം അരിപ്പയിലോട്ടോ കിച്ചൺ ടിഷ്യൂലോട്ടോ മാറ്റുക. ഞാനിതിപ്പോൾ അതേ ഇവിടെ എല്ലാം വറുത്ത് കോരിയിട്ടുണ്ടെങ്കിൽ ചൂടാറിയതിന് ശേഷം ഇത് മുറിച്ചെടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള സവാളയെല്ലാം വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സവാളയെല്ലാം വഴറ്റാൻ വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെക്കുക. അതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ പൊറോട്ട വറുത്ത ഓയിൽ തന്നെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ, ഒരുപാടൊന്നും വേണ്ട. അതൊന്ന് ചൂടാവട്ടെ. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ തീ വെച്ചിരിക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിലോട്ട് ഒരു മീഡിയം സവാള നൈസാക്കി മുറിച്ചത് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നിങ്ങളുടെ അടുത്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി വളരെ നൈസാക്കി അരിഞ്ഞിട്ടാലും മതിയാവും. വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഇഞ്ചി വളരെ ചെറിയ കഷ്ണം കൂടിയിട്ട് വളരെ നൈസാക്കി അരിഞ്ഞിട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. എൻ്റെ അടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടായ കാരണമാണ് അത് ചേർക്കുന്നത്. അതിനുശേഷം ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണേ. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് മാറുന്നത് വരെ, അതുപോലെ തന്നെ നമ്മുടെ സവാള വളരെ നന്നായി വാടുന്നത് വരെ ഇത് മീഡിയം ഫ്ലെയിമിലൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 പച്ചമുളകാണ് വളരെ നൈസാക്കി അരിഞ്ഞത്. പച്ചമുളകിൻ്റെ എരിവനുസരിച്ച് മാറ്റം വരുത്തണേ. അതുപോലെ തന്നെ ഒരു 2 കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില അവസാനം നമുക്ക് ഗാർണിഷ് ചെയ്യാൻ കറിവേപ്പിലയും മല്ലിയിലയും വേണം. അതിലൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ അത്ര നന്നായിരിക്കും. ഒരു 2 കറിവേപ്പില. അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ പച്ചമണക്കൊന്ന് മാറിയിട്ടുണ്ട്. നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തീ കുറയ്ക്കണം. ചെറിയ തീയിലിട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണേ. ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. എണ്ണ കുറവ് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി കൂടി എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ 65 മസാലപ്പൊടി. 65 മസാലപ്പൊടി ഇല്ലെങ്കിൽ നമുക്ക് അതിന് പകരമായിട്ട് കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ പൊടികളുടെ പച്ചമുളക് മാറിയിട്ടുണ്ട്. അതിലോട്ട് ഒരു തക്കാളിയുടെ പകുതി ഇട്ട് കൊടുക്കാം. നല്ല പഴുത്ത തക്കാളി ആയിരിക്കണേ. അതും കൂടെ നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് ഇനി മീഡിയം ഫ്ലെയിമിലോട്ട് തീ മാറ്റാം. ലോ ഫ്ലെയിമിൽ നിന്ന് നന്നായി ഇത് കുക്കായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം. വേണമെങ്കിൽ പെട്ടെന്ന് കുക്കാവണമെങ്കിൽ അടച്ചു വെക്കാം, അല്ലെങ്കിൽ തുറന്ന് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് 1 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. ആ സമയം കൊണ്ട് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊറോട്ട നമുക്ക് ചെറിയ പീസസ് ആയിട്ട് മുറിച്ച് വെക്കാം. ശരിക്കും നമ്മുടെ പപ്പടവട ഇല്ലേ, അതുപോലെ എനിക്ക് മുറിക്കുമ്പോൾ ഫീൽ ചെയ്യണത്. ഞാൻ പറഞ്ഞില്ലേ, ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാലും പിള്ളേർ കഴിച്ചോളും. ഇപ്പോൾ ചില്ലി പൊറോട്ട ഉണ്ടാക്കണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ മാത്രം ഉണ്ടാക്കുക.
മൊത്തത്തിൽ ഇത് ഇതേപോലെ വളരെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിക്കട്ടെ കേട്ടോ. നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മുടെ മസാല നന്നായി തിളച്ചിട്ടുണ്ട്. അതിലോട്ട് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങ അരച്ച് ചേർക്കുന്നതാണ് മറ്റുള്ള ചില്ലി പൊറോട്ടയിൽ നിന്നും ഇതിന് വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നന്നായി ഇത് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. മീഡിയം ഫ്ലെയിമിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി ഇതിൽ ഉപ്പും പുളിയും ഒക്കെ നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. അവസാനമാണ് നമ്മളെല്ലാം മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് എന്ത് ചേർത്ത് കൊടുക്കേണ്ടത്? ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നോക്കട്ടെ, ഞാൻ അല്പം കൂടെ ആവാം. എരിവൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം ഈ സമയത്ത് എരിവ് നോക്കിയിട്ട് എരിവ് കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ പച്ചമുളക് മുറിച്ചിട്ടാൽ മതി കേട്ടോ. ഇനി മുളക് പൊടി ഒന്നും ഇടാൻ പാടില്ല കേട്ടോ. ഈ സമയത്ത് മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ ഒരു റോ ടേസ്റ്റും വരും. അപ്പോൾ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. ഇതൊക്കെ ചൂടോടുകൂടി കഴിക്കേണ്ടതാണ് കേട്ടോ. തണുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മൾ സാധാരണ രീതിയിൽ പുറത്ത് പോകുമ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ അപ്പോൾ തന്നെയല്ലേ കഴിക്കാറുള്ളത്. ആ ടേസ്റ്റ് പിന്നെ ഇരുന്ന് തണുക്കുമ്പോൾ കിട്ടില്ല. അപ്പോൾ തന്നെ ഇത് വറുത്ത് വെക്കാം കേട്ടോ. വറുത്ത് മുറിച്ച് വെക്കാം. ഇപ്പോൾ ഈവൻ ഈ സവാളെല്ലാം വഴറ്റി വെക്കാം. എന്നിട്ട് ഈ സംഭവം ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പൊറോട്ട ഇട്ടിട്ട് മിക്സ് ചെയ്ത് ലെമൺ ജ്യൂസ് ഒഴിച്ച് മേലെ കുറച്ച് സവാളയും ഒക്കെ തൂകി സെർവ് ചെയ്യാം. നമുക്ക് അത് നന്നായിട്ട് തിളക്കണേ. നമ്മളിത് കണ്ടിന്യൂസ് ഇളക്കി കഴിഞ്ഞാൽ പിരിഞ്ഞു പോവില്ല കേട്ടോ. ഇച്ചിരി ഒന്നും കൂടെ തിക്കായി കഴിഞ്ഞാൽ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ പൊറോട്ടേൻ്റെ മുറിച്ച് വെച്ചിരിക്കുന്ന പൊറോട്ട പീസസ് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഒരുപാട് ലൂസായിരിക്കുന്ന സമയത്ത് ഇട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആകെപ്പാടും കുഴഞ്ഞു പോവുകയും. അതുകൊണ്ടാണ് ഇച്ചിരി തിക്കാക്കാൻ പറയുന്നത്. അതേസമയം പച്ചമുളക് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് നന്നായിട്ട് തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ തേങ്ങയുടെ കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പൊറോട്ടയുടെ പീസസ് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓവറായിട്ട് വെള്ളം ഉണ്ടെങ്കിൽ ആകെ അങ്ങ് കുഴഞ്ഞു പോകും. ഇതിപ്പോൾ എല്ലാത്തിലേക്കും ഈ മസാല പിടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് ശരിക്കുള്ള നമ്മുടെ ആരിബോൺ സ്റ്റൈലുള്ള ചില്ലി പൊറോട്ട എന്ന് പറഞ്ഞ സംഭവം. അല്ലാതെ നമ്മൾ എളുപ്പത്തിൽ കാണിക്കുന്ന ചില്ലി പൊറോട്ട വേറെയാണ്. ഇതാണ് ഞാനൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ കഴിച്ച് ഫാനായിട്ടുള്ള നമ്മുടെ സ്വന്തം ചില്ലി പൊറോട്ട. കറക്റ്റാണ് ആ മസാലയുടെ അളവെന്ന് പറയുന്നത്. എല്ലാത്തിലേക്കും പിടിച്ചിട്ടുണ്ട്. എല്ലാത്തിലേക്കും ഇങ്ങനെ ഇതായിട്ടുണ്ടെന്ന് ഓവറായിട്ടും ഇല്ല. നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഓവറായി ഒരുപാട് നേരം ഇതാക്കി കഴിഞ്ഞത് അങ്ങ് കുഴഞ്ഞു പോവേ. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ലെമൺ ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞൊഴിക്കുക. എന്നിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറിയ സവാള വളരെ നൈസാക്കി അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് സെർവ് ചെയ്യാം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഒരു ലെമൻ്റെ പകുതി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് സെർവ് ചെയ്യുന്ന നേരത്തെ ഒരു ലെമൺ വെഡ്ജ് കൊടുത്താൽ മതി. സൈഡിലേക്ക് വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമുള്ളൊരു പുളി കുറവ് തോന്നുകയാണെങ്കിൽ മിക്സ് ചെയ്ത് കഴിച്ചോളും. എനിക്ക് എൻ്റെ കോളേജ് ലൈഫ് ഓർമ്മ വരുന്നു മക്കളെ. ഞാൻ എനിക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന കുറച്ച് മല്ലിയിലയാണ്. ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മല്ലിയില ചേർക്കുമ്പോൾ ഒരു തമിഴ്നാട് ഫ്ലേവർ വരും. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. പിന്നെ അവർ സെർവ് ചെയ്യുന്ന സമയത്ത് മേലെ കുറച്ച് സവാളയുടെ കൂട്ടത്തിൽ കൂടെ തന്നെ കുറച്ച് നാളികേരം ഇങ്ങനെ ഇടുമായിരുന്നു. അപ്പം നമുക്കും സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് നാളികേരം ചെറിയത് മുകളിലേക്ക് ഭംഗിക്ക് വേണ്ടി ചേർത്ത് കൊടുക്കാം. ഇത്രയുള്ള പരിപാടി കേട്ടോ. അങ്ങനെ നമ്മുടെ ചില്ലി പൊറോട്ട ഞാൻ ഒരു പാത്രത്തിലൊക്കെ വെച്ച് ഫോട്ടോ എല്ലാം എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കഴിച്ചാലോ? എനിക്ക് കുറച്ചും കൂടി പുളി വേണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അത് ഇൻഡിവിജ്വൽ ഇഷ്ടമാണ്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പുളിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ സെർവ് ചെയ്യുന്നതിനേക്കാൾ മുൻപായിട്ട് ഇതേപോലെ കുറച്ച് ലെമൺ ജ്യൂസ് ഇങ്ങനെ പിഴിഞ്ഞ് ഒഴിക്കുക. അതിന് മുകളിൽ ഞാൻ കുറച്ച് സവാളയൊക്കെ ഇട്ടിട്ടുണ്ട്. കുറച്ച് തേങ്ങ ഞാൻ ചെറുകിയത് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഒരു വായ ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ കഴിക്കാം. അരെ വാ, എന്താ ഞാൻ പറയാം, അതേ ടേസ്റ്റ് എന്ന് വെച്ചാൽ അതേ ടേസ്റ്റ്. ഒട്ടും തന്നെ എക്സ്ട്രാ കയ്യിൽ നിന്നിട്ട് പറയണമെന്നല്ല. ഈ ഡിണ്ടിഗലിലത്തെ അരിമോനിൽ കഴിക്കുന്ന അതേ ടേസ്റ്റും അതേ ഫീലിംഗും ഒക്കെയാണ്. ഒരുപാട് വർഷം പുറകിലോട്ട് ഞാൻ പോവുകയാണ് ഈ സമയത്ത്. അപ്പോൾ നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. മാത്രമല്ല മറ്റുള്ളവരുടെ നിന്ന് എത്തിക്കുക. പഴയകാല വിഭവങ്ങളൊക്കെ ഇതുപോലെ അറിയാത്തവരും ഉണ്ടാക്കി നോക്കാത്തവർക്കൊക്കെ അത് ഉണ്ടാക്കി നോക്കുന്ന ഒരു അവസരം നിങ്ങൾ കൊടുക്കണം. അപ്പോൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ആരെങ്കിലും ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നതുവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.